ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് ഷിനു സെബാസ്റ്റ്യൻ, നെക്സ സിസ്റ്റത്തിൻ്റെ ഡയറക്ടറാണ്. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബിലൂടെ തന്നെയാണ് എല്ലാവരും എന്നെപ്പറ്റി അറിഞ്ഞതെന്ന് എനിക്കറിയാം. എന്തായാലും എന്നെപ്പറ്റി ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പറയാം. ഞാൻ നെറ്റ്വർക്കിംഗ് ഫാക്കൽറ്റി ആയിരുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഡിഗ്രിയാണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. 6 വർഷമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് പഠിപ്പിച്ചത്. അത് എറണാകുളത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. CCNA, MCTP, RHCE അതുപോലുള്ള നെറ്റ്വർക്കിംഗ് കോഴ്സുകൾ നടത്തുന്ന ഒരു സ്ഥാപനമായിരുന്നത്. അവിടെ ഞാൻ 6 വർഷം പഠിപ്പിച്ചു. അതുപോലെ തന്നെ അവിടുന്ന് ടെക്നിക്കൽ ഹെഡായിട്ടാണ് 2013 അവിടെ നിന്ന് ഇറങ്ങുന്നത്. 2013 നിന്ന് നമ്മൾ ഇതുവരെ ഈ 2023 വരെ നെക്സ സിസ്റ്റം എന്നുള്ളൊരു സ്ഥാപനമാണ് ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ സിസ്റ്റത്തിൻ്റെ പേര് ഇതായിരുന്നില്ല. ആദ്യം 2015 നെക്സ സിസ്റ്റം എന്നുള്ള പേരായത്. അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ഷോപ്പ് നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ എല്ലാവരും ഈ ഒരു CCTV അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്നുള്ള ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫീൽഡിലായിരുന്നിരിക്കും. ഞങ്ങളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫീൽഡിലായിരുന്നു. പൂർണ്ണമായിട്ടും 2015 മുതൽ ഞങ്ങൾ നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ ആക്സസ് കൺട്രോൾ സെറ്റപ്പും CCTV ക്യാമറകളുടെ ഇൻസ്റ്റലേഷനുമാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ തുടക്കമാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് യൂട്യൂബ് ചാനലിൽ നാളിതുവരെ ഒരുപാട് വീഡിയോസ്, എനിക്ക് തോന്നുന്നത് ഒരു 200ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേയൊക്കെ കോൺഫിഗറേഷൻ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവയർനെസ് വീഡിയോസും നമ്മുടെ CCTV അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്യാമറകളുടെ അവയർനെസ് വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് കോൺഫിഗറേഷൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിൻ്റെ യാതൊരു ഫലവും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. അതായത് എനിക്കെപ്പോഴും ഞാൻ പണ്ട് മുതലേ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് എനിക്കുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മളും അതിലൂടെ തന്നെ അപ്ഡേറ്റ് ആകും. ഇപ്പോൾ ഒരാൾക്കൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെയാണ് സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസും കോൺഫിഗറേഷൻ വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു. ഒന്നും കിട്ടുന്നില്ലെന്ന് വെച്ചാൽ പെയ്ഡായിട്ട്, അതായത് അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് വലിയ കാശ് കിട്ടുന്നതാണ് ചില ആൾക്കാരുടെയൊക്കെ വിചാരം. അതുകൊണ്ടാണ് തോന്നുന്നത് അവരതിനകത്ത് യാതൊരു ലൈക്കോ കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ നെക്സ സിസ്റ്റം എന്ന് പറയുന്നത് നാളിതുവരെ വലിയൊരു ഹൈഫൈ തുകയോ കാര്യങ്ങളൊന്നും എനിക്ക് അതിലൂടെ വരുന്നില്ല. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നമ്മൾ നെക്സ സിസ്റ്റം എന്നുള്ള ഈ ഒരു എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അല്ലാതെ അതിൽ നിന്ന് വലിയൊരു വരുമാനം നമ്മൾ M4 ടെക് പോലെയുള്ള ചാനലുകളൊക്കെ ചെയ്യുന്ന പോലെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ ചെയ്യുന്ന രീതിയിലൊന്നും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ ഇവിടെ ഈ ചാനലിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ, കൂടുതൽ ആളുകളിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് കിട്ടുന്ന ലൈക്കുകളും അതിനടിയിലുള്ള കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ സ്വയം ഒന്ന് സന്തോഷിക്കും, ഒരു മോട്ടിവേറ്റഡ് ആവും. പക്ഷേ എന്നെ വളരെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ നെറ്റ്വർക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന ആ വീഡിയോസിൽ അർഹതപ്പെട്ട ആളുകളുടേക്ക് അല്ല ആ വീഡിയോ എത്തുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബിലുള്ള ഇങ്ങനെ ഒരു മെമ്പർഷിപ്പിൻ്റെ കാര്യം അറിയുന്നത് തന്നെ. അപ്പോൾ യൂട്യൂബ് അവിടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ഈ അഡ്മിൻ പേജ് എടുക്കുമ്പോൾ തന്നെ കാണിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോൺഫിഗറേഷൻ വീഡിയോസ് ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 159 രൂപയാണെന്ന് തോന്നുന്നു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ള ചിലവ്. അപ്പോൾ ആ ഒരു 159 നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അതിൻ്റെ 30% കൊണ്ടുപോകും, ബാക്കി പൈസ എനിക്ക് തരും. അപ്പോൾ അതായത് ഞാനിടുന്ന എഫേർട്ടിന് എനിക്ക് പ്രതിഫലം കിട്ടാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇനി മുതൽ ആ ഒരു പ്രതിഫലവും കൂടെ കിട്ടുമ്പോൾ എന്തായാലും ഞാൻ നല്ല കോൺഫിഗറേഷൻ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. എന്നെപ്പോലെ തന്നെ എൻ്റെ അത്രയും തന്നെ അറിവ്, എൻ്റെ അത്രയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വലിയ അറിവുള്ള ഒരാളാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ബേസിക്കായിട്ട് കാര്യങ്ങളെപ്പറ്റി അറിയുന്ന ആളുകളാണ്. നമ്മളെന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്കിത് കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ഞാൻ എൻ്റെ ടെക്നീഷ്യൻസിനോട് ഇവിടെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാനും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അതുണ്ടോ, എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി വയ്ക്കാൻ വേണ്ടി എനിക്കൊരു നോട്ട്ബുക്ക് ഉണ്ട്, ഒരു ഡയറി ഉണ്ട്. ഇതേപോലെ ഈ കാര്യങ്ങളിലെല്ലാം എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ഞാനിവിടെ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ഒരു ശീലം ചിലർക്കൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 1% ആളുകൾ പോലും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടില്ല.
പക്ഷേ എന്നാൽ പോലും വളരെ വലിയൊരു റവല്യൂഷണറി ചേഞ്ചാണ് കേരളത്തിൽ നടക്കുന്നത്. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം IP ക്യാമറകളുടെ കാലഘട്ടമാണ്. HD ക്യാമറകൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ IP ക്യാമറയിലേക്ക് മാറേണ്ട സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് കാലത്തിനൊത്ത് നമ്മൾ അപ്ഡേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. കാരണം കാലം നമ്മളെ ആരെയും കൂടെ കൂട്ടാതെ അങ്ങ് പോകും, യാത്ര ചെയ്യും. ഇപ്പം എൻ്റെ കാര്യം പറയുവാണെന്നെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് കുറവലങ്ങാട് ബാബു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ കാസറ്റ് കട, നമ്മുടെ പണ്ടത്തെ കാസറ്റ് കട നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ ചേട്ടൻ ഈ കാസറ്റ് ഇങ്ങനെ വിറ്റ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും CD എത്താൻ തുടങ്ങി. അപ്പോൾ ആ ചേട്ടൻ ആ കാസറ്റിൽ നിന്ന് മാറി CD-യിലേക്ക് പോകാൻ ഒരു താല്പര്യം കാണിച്ചില്ല. ആ ചേട്ടൻ ആ കാസറ്റ് കടയായിട്ട് തന്നെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടപ്പുറത്ത് മാണിക്യാൻകുഴി എന്ന് പറഞ്ഞൊരു കട വന്നു. ആ കടക്കാരൻ്റെ ആ പയ്യൻ ബാംഗ്ലൂർ പോയി പഠിച്ചു വന്ന, പുറത്തുനിന്ന് വിദേശത്തൊന്നും അല്ല, ബാംഗ്ലൂർ പോയി പഠിച്ചതായിരുന്നു. പുള്ളിക്കാരൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് പുള്ളി നാട്ടിലേക്ക് വന്നിട്ട് കുറേ കമ്പ്യൂട്ടറൊക്കെ മേടിച്ച് വെച്ചിട്ട് കമ്പ്യൂട്ടർ ഷോപ്പ് അങ്ങ് തുടങ്ങി. അതായത് ഇൻ്റർനെറ്റ് കഫേയും തുടങ്ങി. ഈ CD-കളൊക്കെ പുള്ളി അങ്ങോട്ട് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതോടുകൂടി നമ്മുടെ ബാബു ചേട്ടൻ്റെ കാലം അസ്തമിച്ചു എന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ പുള്ളി അപ്പോഴും കാസറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പുള്ളിയുടെ വീട്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സമയത്തുണ്ടായ വൻ നഷ്ടം, ആ കാസറ്റ് കട അടച്ചു കളയേണ്ടി വരുന്നു. പിന്നീട് പുള്ളി കാസറ്റ് മാറ്റിയിട്ട് CD കൊണ്ടുവന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും CD-യിൽ നിന്നൊക്കെ മാറി നമ്മൾ നെറ്റ്ഫ്ലിക്സിലേക്കും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലേക്കൊക്കെ പോയി. അതായത് കാലത്തിനൊത്ത് അപ്ഡേറ്റ് ആകാതെ നടക്കുന്ന ബിസിനസ്സുകളൊന്നും ഒരു കാലത്തും അത് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയുടെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മളൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുള്ളൂ. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് എന്നുള്ള കാര്യം പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ഈ ഒരു മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങളൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു ഫ്രീലാൻസർ ആയിരിക്കാം. ഒരു സ്ഥാപനം നിങ്ങൾക്ക് റൺ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു ഫ്രീലാൻസറും ഇല്ല. നിങ്ങൾ എൻ്റെ ഒപ്പം ഈ പറയുന്ന കോൺഫിഗറേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് കണ്ട് മനസ്സിലാക്കി നമ്മുടെ ഈ എന്നോടൊപ്പം തന്നെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. അത് മറ്റൊരു ലെവലിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് ഡെയിലി. ചില സമയത്ത് നിങ്ങൾ പോലും, ഇപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പോലും തുറന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ ഇപ്പോഴും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 100 കണക്കിന് മെസ്സേജസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പല സമയങ്ങളിലും എനിക്ക് നിങ്ങൾ വിളിച്ചാൽ കോൾ എടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ മെസ്സേജസ് റിപ്ലൈ ഇല്ല. അപ്പോൾ ചില ആൾക്കാർ എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടും, കണ്ടില്ലല്ലോ എന്താണ് റിപ്ലൈ തരാത്ത. ഞാനൊരു 100% യൂട്യൂബ് വീഡിയോസ് ചെയ്തുകൊണ്ട് അതിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല. ഞങ്ങൾക്ക് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ വലിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ പോയി സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ഒതുങ്ങിക്കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇൻഡസ്ട്രിയുടെ ആ ഒരു സ്പന്ദനം മനസ്സിലാവില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ വലിയ പ്രൊജക്റ്റിൽ എന്തായാലും നമ്മുടെ ടെക്നീഷ്യനോടൊപ്പം തന്നെ ഞാനും പോകും വർക്കും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സൈറ്റ് വിസിറ്റ് എന്തായാലും നമ്മൾ ചെയ്യും. കസ്റ്റമറുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കസ്റ്റമറുടെ പൾസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തായാലും സൈറ്റ് വിസിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ പല സ്ഥലത്തോടെ ഓടി നടക്കുന്ന സമയത്ത് എനിക്ക് ചില സമയങ്ങളിൽ കോളുകൾ അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വാട്സാപ്പിലെ ഗ്രൂപ്പിൽ നെക്സ വാലറ്റ് മൈൻഡിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു, നമ്മളുടൻ തന്നെ വീഡിയോസ് ലൈവായിട്ട് ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 12,000 രൂപയാണ് ആ ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾ അതിന് ട്രെയിനിങ്ങിന് താല്പര്യം കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആൾക്കാരും അതിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. 12,500 രൂപ മുടക്കാൻ തയ്യാറായിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ അപ്രോച്ച് ചെയ്തു. ഞാൻ 2.5 മാസത്തെ ഒരു കോഴ്സാണ് അന്നേരം പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാനപ്പോൾ ആലോചിച്ചു, ഞാൻ തുടങ്ങണം എന്ന് ആലോചിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് ഇതെല്ലാം കൂടെ ഓടി നടക്കാനുള്ള സമയം എൻ്റെ പക്കലില്ല. ഞാനിപ്പോൾ ഒരു യൂട്യൂബർ തന്നെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഈ ഒരു സ്ഥാപനം കൂടെ കൊണ്ടു നടക്കുന്ന സിറ്റുവേഷനിൽ എനിക്കത് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മുടെ കോൺഫിഗറേഷൻ വീഡിയോസ് എത്തിക്കണം. താല്പര്യമുള്ള ആളുകളെല്ലാം അത് കാണണം, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യണം. അത് എൻ്റെ ഈ ഒരു സമയമില്ലായ്മ ഒരിക്കലും അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊക്കെ ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇതെല്ലാം ഒരു ചാനൽ മെമ്പർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യൂട്യൂബിൽ തന്നെ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതലായിട്ട് പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ കോൺഫിഗറേഷൻ വീഡിയോസ്, നല്ല ക്വാളിറ്റിയുള്ള കോൺഫിഗറേഷൻ വീഡിയോസ് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് ഹിക്വിഷൻ ആയിരിക്കും.
നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞാനൊരു പോള് യൂട്യൂബിൽ ഇട്ടായിരുന്നു. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ക്യാമറ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. അതിൽ 568 വോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഹിക്വിഷൻ എന്നാണ് 83% ആൾക്കാരും പറയുന്നത്. അതായത് ഈ 568 ആൾക്കാരും ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകളാണ്. കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആൾക്കാരും എൻ്റെ ചാനൽ കാണുന്നുണ്ട്. നമുക്ക് യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ആ ചാനലിൽ ഇന്ത്യയിൽ നിന്ന് കാണുന്ന എത്ര പേരാണെന്നും വിദേശ രാജ്യത്ത് എത്ര പേരാണ് കാണുന്നതെന്നൊക്കെ അത് കാണിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 20% ആളുകളും പുറത്തുനിന്നാണ് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടായിരിക്കാം 83% ആൾക്കാരും ഹിക്വിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിക്വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാമറകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ അവർ മാനുഫാക്ചർ ചെയ്യുന്ന ക്യാമറകൾ ഹിക്വിഷനുള്ള പേരിൽ തന്നെയല്ല മറ്റ് പല പേരുകളിലും വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം OEM, ഞാൻ പണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം വന്നേക്കണ എന്ന് പറഞ്ഞാൽ 7% ആൾക്കാർ ദഹുവയാണ് ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CP+ ചെയ്യുന്ന 5% ആൾക്കാരുണ്ട്, UNV ചെയ്യുന്നത് 1% ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്ത അതർ 4% ഉണ്ട്. അപ്പോൾ ഇതിൽ 83% ആൾക്കാരും നമ്മുടെ ഈ ഒരു പോളിൽ പങ്കെടുത്തിട്ടുള്ളവർ പറയുന്നത് ഹിക്വിഷൻ ആണെന്നാണ്. ഞാനും ചെയ്യുന്നത് ഹിക്വിഷനാണ് ഏറ്റവും കൂടുതൽ, നിങ്ങളും ചെയ്തുകൊണ്ടെങ്കിൽ ഹിക്വിഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളും അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ആ 7% ചെയ്യുന്ന ദഹുവക്കാരെയും 5% ചെയ്യുന്ന CP+കാരെയും ഒന്നും നമ്മൾ പിണക്കുന്നില്ല. നമ്മളതെല്ലാം ചെയ്യുന്നുണ്ട് ഇതിലൂടെ. ഈ കോൺഫിഗറേഷൻ വീഡിയോസായിട്ട് ഡെയിലി ചിലപ്പോൾ ഉണ്ടാവില്ല, എന്തായാലും ഒരുപാട് വീഡിയോസ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞേക്കും. പിന്നെ രണ്ടാമത്തെ ഒരു പോള് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ക്യാമറ ഏതാണ്? IP ആണോ, HD ആണോ, അതുപോലെ വൈഫൈ ക്യാമറയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ IP ക്യാമറയാണ് 57%. 57% ആൾക്കാരും പറഞ്ഞത് IP ക്യാമറയാണ്. പക്ഷേ എനിക്ക് 100% ഉറപ്പ് തരാൻ കഴിയും, IP ക്യാമറ എന്ന് പറഞ്ഞ് ഇവിടെ ടിക്കറ്റ് കൊടുത്തേക്കണം 322 വോട്ടിൽ എനിക്ക് തോന്നുന്ന അതിൻ്റെ പകുതി ആൾക്കാരും വോട്ട് ചെയ്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കാം. നമ്മുടെ കേരളത്തിൽ ഇത്രത്തോളം ക്യാമറകളൊന്നും IP ചെയ്യുന്ന ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെയാണ് UNV എന്ന് പറയുന്ന ഒരു ക്യാമറ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ AJ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു മീറ്റിംഗ്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിനകത്ത് AJയാണ് ഇപ്പോൾ ഓൺലൈൻ ഈ പ്രോഡക്റ്റുകൾ ഇപ്പോൾ കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. അവരുടെ ഒരു വലിയൊരു ഫംഗ്ഷൻ. അതിനകത്ത് നിങ്ങളിപ്പോൾ പലരും ചിലപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. അതിൽ ഞാൻ പോയപ്പോൾ നിങ്ങൾ അതിനകത്ത് കണ്ടു കാണുമായിരിക്കും. നമ്മുടെ UNV എന്ന് പറയുന്ന ഈ കമ്പനി ഇപ്പോൾ യൂണിയാർക്ക് എന്ന് പറയുന്ന ക്യാമറ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. അത് IP-ലല്ല, അത് AHD-യിലാണ്. അതായത് കേരളത്തിൻ്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് അവർ AHD കൊണ്ടുവന്നിരിക്കുക. കാരണം AHD ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റഴിയപ്പെടുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ ആളുകൾക്കെല്ലാം ലോ കോസ്റ്റ് പ്രോഡക്ട്സുകൾ മതി. പക്ഷേ എനിക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ കഴിയും, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ഒരു മാസത്തിൽ ഒരു വർക്ക് പോലും ഇപ്പോൾ കഴിഞ്ഞ 5 മാസമായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല, AHD ചെയ്യുന്നില്ല, ഞങ്ങൾ IP മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഉൾപ്പെടുന്ന ഒരു മേഖലയിൽ നമ്മൾ കോമ്പറ്റീഷൻസ് ഇല്ലാത്ത രീതിയിൽ. ഇപ്പോൾ AHD ക്യാമറ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ 100 രൂപ കുറച്ച് കൊടുക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ കസ്റ്റമർ അവരുടെ പുറകെ പോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് മാറ്റി. കാരണം എന്നെ സംബന്ധിച്ച് IP ക്യാമറ സിസ്റ്റം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ബേസിക്സ് എനിക്കറിയാം, അതിൻ്റെ പൾസ് എന്നാന്ന് എനിക്കറിയാം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ടെക്നീഷ്യൻ ആകാനും കഴിയും, ഒരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാനും കഴിയും. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ബേസിക്സ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് IP ക്യാമറ, എങ്ങനെയാണ് ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഈ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമ്മളെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അതുപോലെയുള്ള A to Z കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഈ യാത്ര എന്നും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നെക്സ സിസ്റ്റം എന്നുള്ള ഈ ഒരു സ്ഥാപനം ഞാനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നിർത്താതെ നമുക്ക് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മൾ ഉടൻ തന്നെ നമ്മുടെ വീഡിയോസ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.